ഇപ്പോൾ ഈ ഇടയ്ക്കൊരു സിനിമ ഇറങ്ങിയിരുന്നു, ഒരു ജാതി ജാതകം. അവർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഇത് റെയിൻബോ എന്ന്. ഈ എല്ലാവർക്കും തമാശയ്ക്ക് വേണ്ടിയുള്ള ഒരു ഉപകരണമാക്കി മാറ്റാൻ നോക്കുന്നു. ആകെ സമൂഹത്തിൽ ഒന്ന് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ്. ജോലി കിട്ടുന്നില്ല. ഇപ്പം എല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, ട്രാൻസ്ജെൻഡർ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഒത്തിരി അഡ്വാൻറ്റേജുകൾ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ട്രാൻസ്ജെൻഡറായി മാറാൻ വേണ്ടി നോക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. ഒരു അഡ്വാൻറ്റേജും കിട്ടുന്നില്ല. ഒറ്റ കാര്യം മാത്രം ചിന്തിക്കുക, ഞാൻ പത്മലക്ഷ്മിയായി ജീവിക്കുമ്പോൾ എനിക്ക് എന്ത് ലഭിച്ചു എന്നുള്ളതിനകത്ത് എനിക്ക് എന്ത് നഷ്ടപ്പെട്ടു എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് നഷ്ടപ്പെട്ടു, എൻ്റെ റിലേറ്റീവ്സ് എനിക്ക് നഷ്ടപ്പെട്ടു. പിന്നെ എന്നോടൊപ്പം ഞാൻ ഇത്രയും കാലവും, അതായത് എൻ്റെ ഡിഗ്രി വരെ പഠിച്ച ഒരു ഫ്രണ്ട്സും ആയിട്ട് എനിക്ക് കോണ്ടാക്ട് എനിക്കില്ലാതായിപ്പോയി. മറിച്ച് എൻ്റെ നഷ്ടങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ അത് വലുതാണ്. എൻ്റെ ഒരു ഹാപ്പിനെസ്, അതായത് എൻ്റെ ഒരു ഫാമിലിയുടെ മുമ്പിലുള്ള അങ്ങനെ ഒത്തിരി എനിക്ക് നഷ്ടപ്പെട്ടതിൻ്റെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ വളരെ വലുതാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഞാൻ എത്ര അതായത് ഹ്യൂമിലേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ വലുതാണ്. ഇതെല്ലാം അതിനു വേണ്ടി, നീതിക്ക് വേണ്ടി നടന്നപ്പോഴും എനിക്ക് കിട്ടിയിട്ടുള്ളത് വളരെ മോശം അനുഭവങ്ങളാണ്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വ്യക്തി അതായത് ജെൻഡർ ഡിസ്ഫോറിയ എന്നുള്ളൊരു അവസ്ഥയാണ്, ഒരിക്കലും ഒരു രോഗമല്ല. ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്, അവർ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ അവർക്ക് എല്ലാം നഷ്ടപ്പെടുക ചെയ്യുന്നത്. അവർക്ക് ആകെ ലഭിക്കുന്നത് ഒരു ജീവിതം വേണ്ടി മാത്രമാണ്, ആഗ്രഹിച്ച രൂപത്തിലുള്ളൊരു ജീവിതം, അത് മാത്രമാണ് ലഭിക്കുന്നുള്ളൂ. ഇപ്പം ഈ ഇടയ്ക്കാണ് കേസ് നടത്തി ഹൊറിസോണ്ടൽ റിസർവേഷൻ നേടിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത്.